പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പൊസിഷൻ ആൻഡ് ടേംസ് എന്ന് പറയുന്ന സെക്ഷനാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1, 11 ഡാഷ് 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 എക്സെട്ര ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പൊ നമുക്കിതിൽ നെക്സ്റ്റ് ടേംസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ എന്താണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1ഉം നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 11ഉം ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം എന്ത് വേണം, കോമൺ ഡിഫറൻസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം അല്ലെ. കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് ടേം കിട്ടും. കോമൺ ഡിഫറൻസ് എങ്ങനെ വരും? കോമൺ ഡിഫറൻസ് ഇങ്ങനെയാണ് കോമൺ ഡിഫറൻസ് വരുന്നത്. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 11 മൈനസ് 1. എത്രയാണ് 11 മൈനസ് 1? 10 ആണ് അല്ലെ. അപ്പം നമുക്ക് അടുത്ത ടേം എന്ത് കിട്ടും? നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 11 ഒന്നിച്ച് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത ടേം കിട്ടുന്നത് അല്ലെ. അപ്പം നമ്മൾ അടുത്ത ടേം എന്തായിരിക്കും? 1, 11, 11 പ്ലസ് 10. അപ്പൊ എത്രയാണ്? 21. നെക്സ്റ്റ് 21 പ്ലസ് 10. അപ്പൊ എന്ത് വരും? 21 പ്ലസ് 10 31, 41 എക്സെട്ര. ഇതാണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടേം കാണാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് കണ്ടിട്ട് അത് ആഡ് ഓൺ ചെയ്ത് പോയാൽ നമുക്ക് നെക്സ്റ്റ് ടേംസ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. വൺ ഡാഷ് 11 ഡാഷ് എക്സെട്ര. എന്താണ് നേരത്തെ തന്ന സീക്വൻസ്, ഈ സീക്വൻസ് തമ്മിലുള്ള ഡിഫറൻസ്? നേരത്തെ സീക്വൻസിൽ രണ്ട് ടേം അടുത്തടുത്തുള്ള രണ്ട് ടേമാണ് തന്നത് അല്ലെ. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഒരു ടേം, ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, സെക്കൻഡ് ടേം തന്നിട്ടില്ല, തേർഡ് ടേം തന്നിട്ടുണ്ട് അല്ലെ. ഇവിടുന്ന് എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കണം അല്ലെ. ഇതിലെങ്ങനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? സാധാരണഗതിയിൽ നമ്മൾ തന്നിരിക്കുന്ന അരിത്മെറ്റിക് സീക്വൻസിൽ തൊട്ട് മുമ്പിലുള്ള നമ്പറിൽ നിന്ന് തൊട്ട് പിന്നിലുള്ള നമ്പർ മൈനസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുന്നത് അല്ലെ. അതിന് ഒന്നില്ലെങ്കിൽ രണ്ട് ടേമെങ്കിലും നമുക്ക് ഈ സീക്വൻസിൽ വേണം അടുത്തടുത്ത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ പറ്റൂ അല്ലെ. ഇവിടെ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എങ്ങനെയാണ്? ഇവിടെ ആദ്യം നമുക്ക് മിഡ് ടേം എന്താണെന്ന് കാണാം. അതാണ് എളുപ്പത്തിൽ ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. മിഡ് ടേം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ സീക്വൻസിൽ മിഡ് ടേം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നോക്കാം. മിഡ് ടേം കാണുക എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് മിഡ് ടേം കാണാൻ പറ്റും. 1 പ്ലസ് 11 ഡിവൈഡഡ് ബൈ 2. ഇതാണ് മിഡിൽ ഉള്ള ടേം. അതായത് നടുവുള്ള പദം കിട്ടണമെങ്കിൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള ടേംസ് തമ്മിൽ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മിഡ് ടേം കിട്ടും, മധ്യത്തിലുള്ള പദം കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ 11 പ്ലസ് 1 12 അല്ലെ. 12 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് ആൻസർ? 12 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മിഡ് ടേം കിട്ടി 6 അല്ലെ. അപ്പം നമ്മളെ സീക്വൻസ് നമുക്ക് എങ്ങനെ കിട്ടി? 1, 6, 11 ഡാഷ് എക്സെട്ര. ഇതാണ് നമുക്ക് പുതിയതായിട്ട് കിട്ടിയ സീക്വൻസ് അല്ലെ. ഇവിടെ ഇതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് 3 ടേം ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായിരിക്കും കോമൺ ഡിഫറൻസ് വരുന്നത്? കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 6 മൈനസ് 1 എത്ര വരും? 5. അല്ലെങ്കിൽ 11 മൈനസ് 6 എത്രയാണ്? 5. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 5 കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത ടേം കാണാലോ. ഈ സീക്വൻസിൽ നെക്സ്റ്റ് ടേം എന്തായിരിക്കും? 1, 6, 11. അടുത്ത ടേം എന്താണ്? 11 പ്ലസ് 5 16, 21. അടുത്ത ടേം 26 എക്സെട്ര. ഇങ്ങനെയുള്ള സീക്വൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് പേജ് നമ്പർ 15 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട് അല്ലെ. അതില് സർക്കിള്, 2 സർക്കിൾ ഉണ്ട് അല്ലെ. അതില് വിട്ടുപോയ ഭാഗം നമ്മൾ ഫിൽ ചെയ്യേണ്ടതാണ് അല്ലെ. ഇതൊരു സീക്വൻസ് ആണ്. 24, 42. അടുത്ത നമ്പർ ഏതായിരിക്കും? തൊട്ടടുത്ത നമ്പർ ഏതായിരിക്കും എന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ സീക്വൻസിലെ അടുത്ത 2 ടേംസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ഈച്ച് ഓഫ് ദി
arithmetic sequences below. Some of the terms are not written but indicated by circle. Find out these question. അതായത് മിസ്സായിട്ട് നമ്പേഴ്സ് ഉണ്ട്, അതിന് പകരം എന്ത് തന്നിട്ടുണ്ട്? ആ സിമ്പിള്, അതായത് ആ സർക്കിളിന്റെ സിമ്പിള് തന്നിട്ടുണ്ട് അല്ലേ? സർക്കിൾ പോലത്തെ ഒരു എലിപ്സ് പോലത്തെ ഒരു ഇത് സിമ്പിള് തന്നിട്ടുണ്ട്, അവിടെ നമ്മൾ ഫില്ല് ചെയ്യണം. അത്രയും അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ അത്ര മാത്രമാണ്. അടുത്ത ടേംസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? ഇവിടെ അടുത്തടുത്ത് രണ്ട് ടേംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെന്തും നോക്കണ്ട, കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അടുത്ത നമ്പേഴ്സിലേക്ക് എന്ത് ചെയ്യുക? 42ന്റെ ഒന്നിച്ച് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ അടുത്ത ടേം കിട്ടും, അതിന്റെ ഒന്നിച്ച് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെക്സ്റ്റ് ടേം കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ചെയ്യുക അല്ലെ? നമുക്ക് ആദ്യം വേറെ ഒന്നും നോക്കാനില്ല, അടുത്തടുത്ത് രണ്ട് ടേംസ് ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. 42 മൈനസ് 24. അപ്പൊ നോക്കാം, 42 മൈനസ് 24 എത്ര കിട്ടും? 42ന്ന് 24 മൈനസ് ചെയ്യുക, അപ്പൊ 18 കിട്ടും അല്ലെ? എത്ര കിട്ടി? 18. അപ്പൊ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് 18 കിട്ടി. വേറെ ഒന്നും നോക്കാനില്ല, അത് ആഡ് ഓൺ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സീക്വൻസ് കിട്ടും. അപ്പൊ എന്താണ് സീക്വൻസ് നോക്കാം നമുക്ക്. സീക്വൻസ് എന്താണ്? ആദ്യം വരുന്ന നമ്പർ 24, പിന്നെ വരുന്നത് 42. ഈ 42ന്റെ ഒന്നിച്ച് എന്ത് ചെയ്യുക? 18 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 10 60 അല്ലെ? 60 അല്ലെ? നെക്സ്റ്റ് ടേം എത്രയായിരിക്കും? 60 + 18 78. കഴിഞ്ഞു. എത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ ടേം ഇല്ല അല്ലെ? 24 ഉണ്ട്, 42 ഉണ്ട്, അതുപോലെ തന്നെ നെക്സ്റ്റ് ടേം ഒന്നും കൂടി ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേമും ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഫോർത്ത് ടേമും ഫൈൻഡ് ഔട്ട് ചെയ്യണം ഈ സീക്വൻസിൽ. അപ്പൊ ഫസ്റ്റ് ടേം ഇവിടെയും നമുക്കൊന്നും നോക്കാനില്ല, അടുത്തടുത്ത് രണ്ട് നമ്പർ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യാം? നമുക്ക് കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. കോമൺ ഡിഫറൻസ് അല്ലേ? കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 42 മൈനസ് 24. എത്രയാണ് കിട്ടിയത്? 18 ആണ് അല്ലെ? അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടിയാൽ ഇതെന്ത് ചെയ്യാം? തൊട്ട് മുമ്പത്തെ നമ്പറാണ് നമുക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം? 24 കോമൺ ഡിഫറൻസ് ആയ 18 മൈനസ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 6 അല്ലെ? അപ്പൊ നമ്മളെ സീക്വൻസ് എന്ന് പറയുന്നത് എന്ത് വരും? 6 24 42 അടുത്ത എത്ര വരും? 60. ക്ലിയർ അല്ലേ? എക്സെട്ര. അതാണ് നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ എന്താ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? തേർഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റത്തെ രണ്ട് നമ്പേഴ്സ് ഇല്ല, എന്തെല്ലാം ഇല്ല? ഫസ്റ്റത്തെ രണ്ട് നമ്പേഴ്സ് ഇല്ല, പിന്നെ ഉള്ളത് 24 42 എക്സെട്ര. ഇങ്ങനെയുള്ള സീക്വൻസ് ആണ്. ഫസ്റ്റത്തെ രണ്ട് നമ്പർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇവിടെയും നമുക്ക് എന്താ കിട്ടിയത്? കോമൺ ഡിഫറൻസ്. നമ്മൾ അടുത്തടുത്ത് രണ്ട് നമ്പർ ഉണ്ട്, അപ്പൊ പെട്ടെന്ന് കോമൺ ഡിഫറൻസ് കാണാം അല്ലെ? കോമൺ ഡിഫറൻസ് ഈക്വൽ ടു എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? 18. നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതാണ് ആണല്ലോ. അപ്പം ഇനി എന്ത് വേണം? 24ന്ന് 18 കുറക്കണം. അപ്പൊ നമുക്ക് 6 കിട്ടി അല്ലെ? 24 മൈനസ് 18 നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ഇനി എന്ത് വേണം? ആ 6ൽ നിന്നും വേണം 18 മൈനസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ കിട്ടുന്ന നമ്പർ ഏതാണോ അതാണ് ഫസ്റ്റ് ടേം ആയിട്ട് വരുന്നത്. അപ്പം +16 അല്ലെ? പിന്നെ എന്ത് വേണം? അവിടെ നിന്ന് 18 മൈനസ് ചെയ്യണം. അപ്പൊ -18 കൊടുക്കാം. അപ്പൊ ഇവിടെ ഡിഫറെന്റ് സൈൻ ആണ്. ഒന്ന് +6ഉം രണ്ടാമത്തെ എന്താണ്? -18ഉം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇങ്ങനെ ഡിഫറെന്റ് സൈൻ ഉണ്ടെങ്കിൽ വലിയ നമ്പറിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യാം. അതായത് 18ന്ന് 6 മൈനസ് ചെയ്താൽ എത്ര കിട്ടും ആൻസർ? 18 മൈനസ് 6 എന്ന് പറയുന്നത് 12 ആണ് അല്ലെ? 12 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാ? വലിയ നമ്പറിന്റെ സൈൻ ഏതാണ് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കഴിഞ്ഞു. അപ്പൊ എത്ര വരുന്നത്? -12. അപ്പൊ നമുക്ക് ഇവിടെ സീക്വൻസിൽ ഫസ്റ്റ് ടേം ഏതായിരിക്കും? -12. നെക്സ്റ്റ് ടേം 6, പിന്നെ അടുത്ത രണ്ട് ടേം അവിടെ ഉണ്ട് 24ഉം 42. ഈ സീക്വൻസ് ഇതാണ്. ക്ലിയർ അല്ലേ? ഇവിടെ ഫസ്റ്റ് ടേം -12, സെക്കൻഡ് ടേം 16 അല്ല 6, തേർഡ് ടേം 24 ആൻഡ് ഫോർത്ത് ടേം 42. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ ഉള്ളത്? ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം ഇല്ല, പിന്നെ എന്തുണ്ട്? നെക്സ്റ്റ് ടേം ഉണ്ട് 24, അതുപോലെ തന്നെ തേർഡ് ടേം ഇല്ല, ഫോർത്ത് ടേം ഉണ്ട്. ഇതാണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്ത് വേണം? ഫസ്റ്റ് ടേമും തേർഡ് ടേമും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതെങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യല്? ഫസ്റ്റ് ടേമും തേർഡ് ടേമും ഫൈൻഡ് ഔട്ട് ചെയ്യണം. എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും?
നമ്മൾ എന്ത് ചെയ്യണം? തേർഡ് ടേം എത്രയാണ്? 42. അവിടുന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്യാം. എന്ത് ചെയ്യാ? തേർഡ് ടേം അല്ലെ? ഫസ്റ്റ് ഇല്ല, സെക്കൻഡ് ഉണ്ട്, തേർഡ് ഇല്ല, ഫോർത്ത് ഉണ്ട്. അതാണല്ലോ നമ്മളെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ തേർഡ് ടേം എത്രയാണെന്ന് തന്നിട്ടുണ്ടോ? സെക്കൻഡ് ടേം തന്നിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും ആണുള്ളത്. ആണല്ലോ. സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും തന്നിട്ട് ഇവിടെ എത്രയുള്ള? 2 എണ്ണം. ഇവിടെ സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും തന്നിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? നമുക്കൊന്ന് നോക്കാം അല്ലെ? ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ കോമൺ ഡിഫറൻസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? നമ്മൾ ഫോർത്ത് ടേമിന്ന് സെക്കൻഡ് ടേം മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. എന്താ ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ്. ഇവിടെ ഫസ്റ്റ് ടേമും ഇല്ല, തേർഡ് ടേമും ഇല്ല, ആകെയുള്ള എന്താണ്? ഫോർത്ത് ടേം, സെക്കൻഡ് ടേം ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്താ എങ്ങനെ കാണുന്ന വെച്ചാൽ 42 മൈനസ് 24 ഡിവൈഡ് ബൈ 2 ആക്കിയാൽ മതി. അപ്പൊ എത്ര വരും? 18 ഡിവൈഡ് ബൈ 2. കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 9 കിട്ടി. ക്ലിയർ അല്ലേ? ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇത് ഫസ്റ്റ് ടേം ഉണ്ട്, ഫസ്റ്റ് ടേം ഇല്ല, സെക്കൻഡ് ടേം ഉണ്ട്, തേർഡ് ഇല്ല, ഫോർത്ത് അല്ലെ? നമുക്ക് ഇവിടുന്ന് കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫോർത്ത് ടേം മൈനസ് സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ 2 ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് സീക്വൻസ് കാണാലോ.